ഇവിടെ ആരുമില്ലേ? ആ ആ താത്തേ, എന്താ ഇപ്പൊ ഒരു മുന്നറിയിപ്പൊന്നും ഇല്ലാതെ? എന്താ അപ്പൊ അങ്ങോട്ട് വരുന്നേ? പറയൊക്കെ വേണോ? ഞാൻ വെറുതെ പറഞ്ഞതാ, നിങ്ങൾ ഇരിക്കി. ആ ഇരിക്ക. ഞാൻ ചായ എന്തേലും എടുക്ക. കൊറച്ച് കഴിഞ്ഞിട്ട് എടുക്കാടി. അല്ല, എന്റെ മകളെവിടെ? ഓളെ കാണാനൊന്നും ഇല്ലല്ലോ. ഓള് ഇവിടെ ഇല്ല. ഇന്നെന്താ ക്ലാസ് ഉണ്ടോ? അത് ഞായറാഴ്ച അല്ലേ? അന്ന് ക്ലാസ് ഇല്ല, ഞായറാഴ്ച അല്ലേ? ഓളെ കൂട്ടുകാരത്തിന്റെ പെരേക്ക് പോയതാണ്. കൂട്ടുകാരത്തോളായിട്ട് എടുക്ക പുറത്തേക്ക് എടുക്കോ പോവുകയാണെന്ന് പറഞ്ഞിട്ടാണ് പോയില്ല. ഇത് എന്തിനാ എങ്ങനെ വേണ്ടാത്ത സ്ഥലത്തേക്കൊക്കെ ഓളെ പറഞ്ഞയക്കണത്? അന്നെ പറഞ്ഞാ മതിയല്ലോ. ഈ പെണ്ണിനെ എങ്ങനെ കയറൂരി വിടുക? ഇപ്പൊ ക്ലാസ് ഒക്കെ ലീവല്ലേ? കൊറേ ആയിട്ട് പഠിത്തും പരീക്ഷയും ഒക്കെ ആയിരുന്നു. അപ്പൊ ഇന്നാ ഇപ്പൊ ഒന്ന് ലീവ് കിട്ടിയേ. അപ്പൊ എല്ലാരും കൂടി ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോവാണ് പറഞ്ഞപ്പാണ് പോയതാണ്. ഇജ് പറയണ പോലൊന്നുമല്ല ഇപ്പത്തെ കാലം എന്ന് പറഞ്ഞാല്. വളരെ മോശമാണ്. മക്കളെ ശ്രദ്ധിച്ചില്ലാന്നുണ്ടെങ്കിലേ മക്കള് വേറെ ഏതെങ്കിലും വഴിക്കാണ് പോകും. ഇജിപ്പൊ എന്തിനാ ഓളെ പറഞ്ഞയച്ചത്? ഓളെ വാപ്പ മരിച്ചതിന് ശേഷം ഇജ് ആ പെണ്ണിനെ വസളാക്കുകയാണ്. കണ്ണി കണ്ട സ്ഥലത്തേക്കൊക്കെ പറഞ്ഞയച്ചിട്ട്. എന്റെ അറിവിൽ അങ്ങനത്തെ ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല. എന്റെ കുട്ടി അങ്ങനൊന്നും ചെയ്യൂല എന്നാണ് എന്റെ ഒരു വിശ്വാസം. നിങ്ങൾക്കും ഇല്ലൊരു മോള്, ഓളെ പാടെന്താ? ഓളവിടെ പെരയിലുണ്ട്. ഇന്ന് ഞായറാഴ്ച അല്ലേ? ഓൾക്കും ഇല്ലെന്ന് ഓഫീസൊന്നും. പിന്നെ എന്റെ മകള് പറഞ്ഞാലേ എന്റെ മകളെ പോലൊന്നും അല്ല. ഇത് കോളേജ് വിട്ട വീട്, വീട് വിട്ട കോളേജ് എന്നുള്ള രീതിയിലാണ് നിന്റെ കുട്ടി നടന്നത്. അതുകൊണ്ട് ഇപ്പൊ എന്താ, ഓൾക്ക് ഒരു കുഴപ്പമില്ല. ഇജ എന്റെ മകളെ ഇങ്ങനെ ഓരോന്ന് സ്ഥലത്തേക്ക് ഇങ്ങനെ തെണ്ടിപ്പിച്ചോ. ഇനിയിപ്പോ ഓരോന്ന് കേക്കാം അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. വെറുതെ വേണ്ടാത്ത പണിക്ക് കിട്ടുന്നത്. ആ പെണ്ണിനെ വേഗം ഒന്നാണ്ട് കെട്ടിക്കാൻ നോക്ക്. എന്നാ പിന്നെ ഈ ചീത്തപ്പേരുന്നൊക്കെ ഒന്നാണ്ട് ഒഴിവാവാം. നിങ്ങൾ ഇരിക്കി, ആയിരുന്നോളാം. എന്നിട്ട് പിന്നെ എന്തൊക്കെ ഉണ്ടപ്പോ? എന്നിട്ട് നമുക്ക് സുഖല്ലേ? എന്നിട്ട് അങ്ങനെയൊക്കെ പോണു. എന്താ പെണ്ണ് വന്നല്ലോ? അമ്മായിയോ? നിങ്ങളെപ്പോഴാ വന്നേ? ഞാനിതാ ഇപ്പൊ കൊറച്ചേരായി വന്നിട്ട്. ഇജ്ജ് എവിടക്ക പോയിന്ന്? ഞാന് എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഒന്ന് പുറത്തേക്ക് പോയതായിരുന്നു. അല്ല, കൂട്ടുകാരത്തോളായിരുന്നോ അതോ കൂട്ടുകാരന്മാരായിരുന്നോ? ആണുങ്ങളും ഉണ്ടായിരുന്നു പെണ്ണുങ്ങളും ഉണ്ടായിരുന്നു. എന്തെങ്കിലും അങ്ങനെ ചോദിച്ച്? ഇപ്പത്തെ കാലം അത്രക്കും നല്ലതൊന്നല്ലേ. നല്ല സൂക്ഷിച്ചും കണ്ടൊക്കെ നടന്നോളുണ്ട്. അന്റെ ഉമ്മാനെ പറഞ്ഞാ മതിയല്ലോ. അന്റെ ഉമ്മ അന്നെ ഇങ്ങനെ കയറൂരി വിട്ടിക്കുന്നതുകൊണ്ട് നിങ്ങളെ ഇവിടുത്തെ ജീവിതവും കാര്യങ്ങളൊക്കെ അറിയാറായി. എന്താപ്പ എന്റെ ഉമ്മാന്റെ കഥ? നിങ്ങൾ ഇരിക്കി, ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് വരാം. അന്ന് ഇജ്ജ് പോയിട്ട് വായോ. അന്ന് ഈ ഡ്രസ്സ് മാറോട് പോയിട്ട്. ഇത് വരുന്നേ, ഞാൻ പെണ്ണ് വിളിക്കണ്ട്. പോയി നോക്കിട്ട് ഇപ്പൊ വരാം. മക്കളെ പറഞ്ഞപ്പോഴേ ഓൾക്കൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെ തന്നെ ഓള്. എന്റെ മകളൊക്കെ ആവണ്ടീന്ന് പോണത്. ഞാൻ അടിച്ചിട്ടുണ്ടാവും. വാപ്പില്ലല്ലോ. അമ്മാക്കും മകൾക്ക് എന്ത് തോന്നിവാസമാണെങ്കിലും കാട്ടാലോ. ആരും ചോദിച്ചാലും പറയാനൊന്നും ഇല്ലല്ലോ. അവളൊക്കെ എന്തായാലും ഓളെ വീട്ട് എന്റെ ഇതൊക്കെ തൊള്ളന്റെ സ്വഭാവമൊക്കെ തീരെ പിടിക്കണേ കേട്ടോ. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. തൊള്ളാരും എന്റെ കാര്യത്തിൽ ഇടപെടാന്. പതുക്കെ പറഞ്ഞ ഞാൻ തൊള്ള കേൾക്കും. പോവാല്ലേ? ഇതൊന്നും ഉണ്ടായിരുന്നാ മതി. ഇതെന്തിനാ ഇങ്ങടെ ഔത്തുക്ക് പോ നിക്കണത്? ഇതെന്തായാലും ആണ്ട് വായ. എന്റെ അമ്മായിയല്ലേ, എന്റെ അമ്മോന്റെ പെണ്ണുങ്ങളല്ലേ. ഇതൊന്നും ഉണ്ടായിക്കേ. എന്റെ ആങ്ങളായി പോയില്ലേ. ഇനിയിപ്പൊ ഞാൻ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വലിയ പ്രശ്നക്കാരാ. ഇതൊന്നും മുണ്ടണ്ട. ഇതൊന്നാണ് വന്ന് നിന്നാ മാത്രം മതി. ഒരാങ്ങളുടെ പെണ്ണുങ്ങള്, നിങ്ങൾ ആങ്ങളുടെ പെണ്ണുങ്ങളായതുകൊണ്ടേ ഞാൻ ഒന്നും മുണ്ടാതെ ഞാൻ ഇവിടെ പോകുന്നത്. ഞാൻ കൂടെ വെറുതെ പ്രാന്ത് പിടിപ്പിക്കണ്ട.
എന്നാ വേഗമായി ഒന്നും അവിടെ വന്നാ മുണ്ടരുത് കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. ഞാൻ അങ്ങോട്ട് വരുന്നില്ല. ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ എന്റെ തൊള്ളേന് എന്തെങ്കിലുമൊക്കെ ഉണ്ടു ആട്ടെ. ഒന്ന് വന്നാളെ അമ്മക്ക് വേണ്ടിട്ടെങ്കിലും. ഞാൻ വരാം, നിങ്ങൾ പോയിക്കോളി, ഞാൻ വന്നോളാം. തലക്കുള്ള ഞാൻ കൊടുത്തോളാം. മകളെ അഴിഞ്ഞാട്ടത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞോളാം. കേട്ടിരിക്കാനുള്ള സമയം അല്ലടി റുക്യ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്റെ ആങ്ങളിനോട് പറയട്ടെ ഞാൻ ആ കാര്യം. അതിപ്പോ ഞാൻ എന്താ പറയാ, ഇപ്പൊ തന്നെ ഒന്നും വേണ്ടാച്ചിട്ടാണ്. എന്ത് കാര്യം? അന്റെ കല്യാണക്കാരല്ല, അപ്പൊ വേറെ ആരെ കാര്യം ഇപ്പൊ പറയാനുള്ളത്? എന്റെ കല്യാണക്കാരിയോ? അതിപ്പോ നിങ്ങളൊക്കെ കൂടെ തീരുമാനിച്ചാ മതിയോ? ഇക്കും കൂടി സമ്മതാവണ്ടേ? എന്നോട് ചോദിച്ചേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇപ്പൊ ഇവിടെ വലിയ ആൾക്കാരൊക്കെ ഉണ്ടാവുമ്പോ ഇപ്പൊ എന്നോട് സമ്മതം ചോദിച്ചിട്ട് വേണം എന്റെ കല്യാണം കേൾപ്പിക്കാന്. അതൊന്നും ഇപ്പൊ നടക്കൂല. ഇന്റെ സമ്മതം ഇല്ലാതെ നിങ്ങൾ ഈ കല്യാണം നടത്തണമെന്നൊക്കെ ഒന്ന് കാണണം. നിങ്ങളെ മകളുണ്ടല്ലോ, ഓളൊന്ന് കുറിച്ച് കെട്ടിച്ചോളി നിങ്ങള്. വേണ്ട നോക്കുമ്പോ ഒരു മനുഷ്യന്മാരെ തലേ കയറാൻ വരുന്നേ. മോളെ ഈ മുണ്ടാതിരിക്കേ. ഞാൻ മുണ്ടാതിരിക്കൂല. നിങ്ങളെ മകളെ പറ്റിട്ട് നിങ്ങൾക്ക് വല്ലതും അറിയോ? എന്റെ മകളെ ഇജ്ജ് പറണ്ട. എന്റെ മകളെ കോളേജ് വിട്ട വീട്, വീട് വിട്ട കോളേജ്, അങ്ങനെ ഞാൻ ഓളെ മര്യാദക്കെ ഞാൻ വളർത്തിയിരിക്കുന്നത്. അല്ലാതെ എന്റെ അമ്മ എന്നെ വളർത്തിയ പോലെ ഒന്നുമല്ല. ഓ, വീട് വിട്ട കോളേജ്, കോളേജ് വിട്ട വീട് അല്ലേ? അങ്ങനെ തന്നെയാണ് നിങ്ങളെ മകളെ നടക്കുന്നത്. നിങ്ങൾക്ക് അറിയണോ, ഞാൻ ഇന്ന് പോയ പാർക്കിലേ ഓളോള് സ്കൂളത്തെ കോളേജ് പഠിക്കുന്ന ഒരു ചെക്കനും കൂടി തോളില് കൈയിട്ടിരിക്കണ്. ഒരാൾ ഐസ്ക്രീം കൊടുക്കണ്, ഒരാളത് വാങ്ങി തിന്നണ്. എന്ത് ചെയ്യുന്നു? എന്റെ കുട്ടി അങ്ങനെ കണ്ണി കണ്ട സ്ഥലത്തേക്ക് ഒന്നും പോവൊന്നുമില്ല. ഓളിപ്പോഴും പെരയിലുണ്ടാവും. ഓളെ ഞാൻ അങ്ങനെയാണ് വളർത്തിയിരിക്കണത്. ഇത് ശരിക്കും ഓളെ കണ്ടോ? ഓളെന്നെയാണെന്ന് ഉറപ്പാ? ആ, ഓലെന്നെയാണ് അത്. അങ്ങനൊന്നും ചെയ്യൂല. നിങ്ങളെ മകൾ അങ്ങനൊന്നും ചെയ്യൂല. ഞാൻ കാണിച്ചു തരാതെ ഫോട്ടോ. ഇതാ എന്തിയേ? നിങ്ങളെ മകളല്ലേ? നിങ്ങളെ ബാക്കിയുള്ളവരെ കാര്യങ്ങൾ ഇങ്ങനെ നോക്കാൻ നടക്കുന്നുണ്ടല്ലോ. സ്വന്തം പെരയിൽ എന്താ നടക്കണെന്നുള്ളതേ ആദ്യം നിങ്ങൾ നോക്കിയിരിക്കണോ? ആദ്യം അവനാന്റെ മകളെ നേരാക്കുക, എന്നിട്ട് ബാക്കിയുള്ള പെരക്കാരെ മക്കളെ നേരാക്കാൻ പറ്റുള്ളൂ. കൊറേ ആയി ഞാൻ കേക്കലൊടങ്ങിയിട്ട്. സംഭവം ശരിയൊക്കെ തന്നെയാണ്. എന്റെ വാപ്പ മരിച്ചതിന് ശേഷം എന്റെ ഇമ്മ എന്നെ നല്ല നോക്കിയിരിക്കണ്. അതുകൊണ്ടേ എനിക്ക് വടക്കിട്ട് പോകേണ്ട ഒരു ആവശ്യമില്ല. എന്റെ അമ്മ എന്താ പറഞ്ഞിട്ട് അത് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. പക്ഷെ നിങ്ങളെ മകളെന്താ, നിങ്ങളെ പറ്റിച്ച്, അങ്ങനെ തന്നെ പറയാം. ഹലോ, ഇത് എവിടെയാണ്? ഞാനിതമ്മ പെരയില്. ഇതെന്റെ തന്തന്റെ പെരയിലാണുള്ളത്. ഞാനവിടെ വരച്ചിട്ട് അനക്കുള്ള ഞാൻ തരയാന്. ഇത് നോണ പറയുന്നുണ്ടില്ല, ഇജിന്ന് പറ്റിക്കണില്ല. ഇജ് അതിന്റെ ഉള്ളിൽ ഇരുന്നാണ്ട് വെറുതെ അല്ല ആൾക്കാര് പറയണത് മുണ്ടാപൂച്ച കാലോടക്കൊന്നുള്ളത്. അനക്കുള്ള ഞാൻ തരടി. അന്നെ പറ്റിയിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ വലിയ വീമ്പളൊക്കെ എന്റെ മകളെ അങ്ങനെ എന്റെ മകൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇജ്ജ് തള്ളനെ നാണം കെടുത്താണ് അല്ലേ? അനക്കുള്ള ഞാനോട് വരാം. ഹലോ ഹലോ, ഫോണ് കട്ടാക്കി. ഇപ്പൊ നിങ്ങളെ മകളെ നോക്കായിട്ടൊന്നുമല്ലല്ലോ ഇപ്പൊ നിങ്ങളെ മകൾ ഇങ്ങനെ കാട്ടിയത്. അപ്പൊ നിങ്ങൾ ഇന്ന കുറ്റം പറഞ്ഞിട്ടും ഞാൻ നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതൊക്കെ ഞാൻ പറഞ്ഞില്ല, അതേ പറഞ്ഞില്ല നിങ്ങളോട്. അതൊക്കെ ഓലെടുത്ത് കിടക്കണ കാര്യമാണ്. ഓൽക്ക് നല്ലപോലെ ജീവിക്കണോ, ഓൽക്ക് നല്ല ജോലി വേണോ, ഒന്ന് പിന്നെ നല്ലപോലെ ഒരു ആണിനായിട്ടൊരു ബന്ധമൊന്നും ഇല്ലാതെ നടക്കണം. പിന്നെ വാപ്പയും കെട്ടിച്ചു കൊടുക്കണ കാലത്ത് കെട്ടിയ അല്ല. ഇനിയിപ്പോ ഓൽക്ക് ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ പോലും ഓൽക്കൊരു ജോലി കിട്ടി ഉമ്മാനോട് ഉപ്പാനോടൊക്കെ സമ്മതം ചോദിച്ചിട്ടൊക്കെ അല്ലേ ചെയ്യാം. ഇതിപ്പോ നിങ്ങളെ മോളിപ്പോ എന്താ കാട്ടിയത്? പറഞ്ഞിപ്പോ എന്റെ മോളെ പറഞ്ഞിപ്പോ നിങ്ങളെ മകളപ്പ അതിലൊക്കെ പെട്ടിക്കുന്നത്. അത് നിങ്ങളറിയാൻ കുറച്ച് വൈകീന്ന് മാത്രം. ഓള് ഫോണ് കട്ടാക്കിയില്ലേ? അപ്പൊ മനസ്സിലായില്ലേ നിങ്ങളെ മകൾ നിങ്ങളെ കാട്ടിയത്? ആദ്യേ അവനാന്റെ പെരയത്തെ കാര്യം നോക്കുക, എന്നിട്ട് മതി ആരാന്റെ പെരയത്തെ കാര്യങ്ങൾ നോക്കല്. ഞാൻ എങ്ങനെ നടന്നാലും നിങ്ങൾക്ക് എന്താണ്? നിങ്ങൾ ആരെടുത്തും ഞാനും എന്റെ അമ്മയും വന്നിട്ടില്ല ഒരു പരാതി പറഞ്ഞിട്ടൊന്നും. ഇപ്പൊ എന്റെ കാര്യം വന്നപ്പോ നിങ്ങൾ എന്തിനെങ്ങനെ ഇടപെടുന്നു? എനിക്ക് അഥവാ പഠിച്ച് ഒരു ജോലി ആയി കഴിഞ്ഞാല്
എന്തെങ്കിലും വരുമാനം കിട്ടി തുടങ്ങിയാലോ അത് വിചാരിച്ചിട്ടല്ലേ ഇപ്പൊ ഇതും പറഞ്ഞുകൊണ്ട് കേറി വന്നത്. മേലില് ഇന്റെ കാര്യത്തിൽ നിങ്ങൾ ആരും ഇടപെടണ്ട. ആദ്യം നിങ്ങളെ മകളെ നോക്കി നിങ്ങൾ പോയിട്ട് ആരെങ്കിലും പിന്നാലെ ചാടി പോയിക്കണോന്നുള്ളത് ആർക്കറിയാം. ഒക്കെ ഞാൻ പോട്ടട്ടാ, ഇപ്പോൾ ഒറ്റക്കല്ലേ ഉള്ളൂ. ഇനിയിപ്പോ ഇവിടെ അധികം നേരം ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. ഞാൻ പോട്ടെ, ഞാൻ പോവാട്ടാ. പിന്നെ എപ്പോഴേലൊക്കെ വരണ്ട്. പോട്ടെ മോളെ. ഇതിനാണ് പറയണതേ, പൊട്ടന് ചട്ടൻ ചതിച്ച ചട്ടനെ ദൈവം ചതിക്കുന്നു. ഇപ്പൊ കണ്ടില്ലേ, അവനാന്റെ കാര്യം വന്നപ്പോത്തിന് മണ്ടിയത് കണ്ടില്ല നിങ്ങള്. ആരാരുടെ കാര്യം നോക്കി കണ്ട് നടക്കണം. തുളവ് ഇതല്ല, ഇതിന്റെ അപ്പുറം വരും. ഞാൻ ആദ്യം തന്നെ മുണ്ടാതെ നിന്നത് എന്തുകൊണ്ടാന്നറിയാം. ഇനിയിപ്പൊ ഞാനായിട്ട് പറഞ്ഞിട്ട് ഞാൻ അതൊരു പ്രശ്നം വേണ്ടാന്ന് വെച്ചിട്ടാണ്. പക്ഷെ കൂടുതൽ ഇന്റെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെടുക, സ്വന്തം മകളിങ്ങനെ ഒഴിച്ചു വിട്ടപ്പോഴേ പറഞ്ഞു പോയതാണ്. സങ്കടം തന്നെയാണ് ആ കുട്ടി അങ്ങനെ ചെയ്തല്ലോ എന്നുള്ള. പക്ഷെ എന്താ, അവനാന്റെ കാര്യം ശ്രദ്ധിക്കാതെ ആരാന്റെ കാര്യം ശ്രദ്ധിച്ചപ്പോ ഇങ്ങനൊക്കെ തന്നെ ഇരിക്കുള്ളൂ. ഇറങ്ങി പോകുമ്പോ ഒരു പാവൊക്കെ തോന്നുന്നുണ്ട്. എന്താ പോൾക്ക് കിട്ടാനുള്ള തന്നെയാണ്, അത് കിട്ടേണ്ടത് തന്നെയാണ്. പിന്നെ എത്ര നേരം ഓളിന്നെ സങ്കടപ്പെടുത്തിയിരിക്കണെന്ന് അറിയാം. അപ്പൊ ഇനി മുണ്ടൂലല്ലോ. നിങ്ങള് പോയിട്ടേ കുറച്ച് ചായ എടുത്തേച്ചാണ്. ഞാൻ ചായ എടുത്തേക്കാം.